വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സർവ്വതും ഉപേക്ഷിച്ച് ജീവനു വേണ്ടി പാഞ്ഞവർക്ക് അഭയകേന്ദ്രമായ ചൂരൽമല സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഞായറാഴ്ച അർപ്പിച്ചത് മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ ബാക്കിയായവർക്ക് ആദ്യം അഭയമായത് ഈ പള്ളിയും പാരിഷ് ഹാളുമായിരുന്നു. ഇടവകങ്ങളായ 9 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 7 പേരുടെ മൃതദേഹം മാത്രമാണ് കണ്ടെടുത്തതെന്ന് വികാരി ഫാദർ ജിബിൻ വട്ടുകുളം പറഞ്ഞു. സാധാരണയായി ഞായറാഴ്ചകളിൽ ആഘോഷപൂർവമായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ദേവാലയത്തിൽ ദുരന്തത്തിൽ മരണമടഞ്ഞവർക്കായി വിശുദ്ധ ബലി അർപ്പിച്ചു. ബലിപീഠത്തിന് മുന്നിൽ 9 പേരുടെയും ഫോട്ടോകൾ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു. തുടർന്ന് സെമിത്തേരിയിൽ ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിച്ചു. ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് ജീവൻ കയ്യിൽ പിടിച്ചെത്തിയ 200ഓളം പേരാണ് പള്ളിയിൽ അഭയം തേടിയത്. ഫാദർ ജിബിൻ വട്ടുകുളത്തിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണവും പ്രാഥമിക ശുശ്രൂഷകളും ദേവാലയത്തിൽ നിന്ന് നൽകിയിരുന്നു. പിന്നീട് സർക്കാർ സംവിധാനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചപ്പോൾ ഇവർ അവിടേക്ക് മാറുകയായിരുന്നു. ദുരന്തത്തിൽ ചൂരൽമല വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ദേവാലയത്തിൻ്റെ പാരിഷ് ഹാളിലാണ് വില്ലേജ് ഓഫീസ് സംവിധാനങ്ങളും പഞ്ചായത്ത് തല പ്രവർത്തനങ്ങളുമൊക്കെ ഇപ്പോൾ നടക്കുന്നത്. സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും അടക്കമുള്ള വാഹനങ്ങളുടെ പാർക്കിങ്ങും ഇപ്പോഴും ഇവിടെയാണ്. സൈന്യം ഇടയ്ക്ക് വിശ്രമിക്കാനെത്തുന്നതും പള്ളിയിലാണ്.